ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനം സഹിക്കവയ്യാതെ ജീവൻ വെടിയുന്ന പെൺകുട്ടികളുടെ വാർത്തകൾ നമ്മൾ നിരവധി കേട്ടുകഴിഞ്ഞു. വിസ്മയയും ഉത്രയും വിഭഞ്ചികയും അതുല്യയും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു മുളം കയറിൽ ജീവിതം അവസാനിപ്പിക്കാതെ സധൈര്യം ജീവിച്ചു കാണിക്കുന്ന പെൺകുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവിന്റെ ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ധൈര്യശാലിയായ പെൺകുട്ടിയുടെ കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ജിൻസി തെരേസ എന്ന പെൺകുട്ടി തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്. ഒരു കാര്യവുമില്ലാതെ എന്നെ ചാണകക്കുഴിയിലേക്ക് തള്ളിയിട്ട നല്ലവനായ പള്ളിയിലെ ഫാദറിനോടും നല്ലവരായ കുടുംബക്കാരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താന്തോന്നിയായ കിട്ടിയോനെ നന്നാക്കേണ്ടത് കയറി വന്ന പെണ്ണാണെന്ന് അമ്മായിയമ്മ പലതവണ പറഞ്ഞപ്പോൾ സഹികെട്ട് ഞാൻ ചോദിച്ച ചോദ്യം, 10-30 കൊല്ലം അലഞ്ഞു തിരിഞ്ഞ ഒരു നായ പെട്ടെന്നൊരു നാൾ ഒരു കൂട് കാണിച്ചാൽ അതിലേക്ക് കയറുമോ? ഇത്രയും വർഷം നിങ്ങൾ നന്നാക്കാൻ പറ്റാത്തത് ഇന്നലെ കയറി വന്ന ഞാൻ വിചാരിച്ചാൽ നടക്കുമോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, സ്നേഹം കൊണ്ട് മാറ്റണം. അവൻ തെറ്റ് ചെയ്താലും മിണ്ടാതെ ക്ഷമിച്ചു നിൽക്കണം. ഭർത്താക്കന്മാരായാൽ ചിലപ്പോൾ അടിച്ചെന്നൊക്കെ വരും. അവനൊരു 50 വയസ്സാകുമ്പോൾ നന്നായിക്കോളും. അതുവരെ ക്ഷമിച്ച് ജീവിക്കുക. കൊള്ളുന്ന അടിയുടെ കണക്ക് കൂടിയപ്പോൾ, അവിഹിതം പലതരത്തിൽ കാണാനും അറിയാനും തുടങ്ങിയപ്പോൾ, കള്ളുകുടി കൂടിയപ്പോൾ, ഞാൻ ജോലിക്ക് പോയി തീറ്റിപ്പോറ്റേണ്ട അവസ്ഥ വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ആ വീട്ടിൽ നിന്ന് അന്ന് പടിയിറങ്ങി. മുന്നോട്ടു പോവില്ല എന്ന് ഉറപ്പായപ്പോൾ ബന്ധം ഉപേക്ഷിച്ചു. എന്റെ ഈ നല്ല ജീവിതത്തിലേക്ക് ഞാൻ എത്തി. ഏതോ വീട്ടിലെ താന്തോന്നിയെ നന്നാക്കാനല്ല അച്ഛനമ്മമാർ പെൺപിള്ളേരെ കഷ്ടപ്പെട്ട് വളർത്തുന്നത്. നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം അനുഭവിക്കേണ്ടത് നമ്മളാണ്. പറയുന്നവർ പറയട്ടെ, അനുഭവിച്ചവർക്കല്ലേ വേദന അറിയൂ. അതുപോലെ തന്നെ അമ്മമാരോടും ജിൻസിക്ക് ചിലത് പറയാനുണ്ട്. നിങ്ങളുടെ ആൺമക്കളെ നല്ല സ്വഭാവത്തിൽ വളർത്തേണ്ടത് നിങ്ങളാണ്. തെറ്റുകളെ തിരുത്തി കൊടുക്കേണ്ടത് നിങ്ങളാണ്. അവരെ സ്നേഹം കൊണ്ട് മാറ്റേണ്ടത് നിങ്ങളാണ്. ഏതോ വീട്ടിൽ നിന്നും കയറി വന്ന ഞങ്ങളല്ല അത് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അമ്മമാരോട് ഇത് പറയുന്നത് എന്നറിയാമോ? ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഒരുവിധം എല്ലാ ആൺമക്കളെയും വഷളാക്കുന്നത് അവരുടെ അമ്മമാരാണ്. പെൺമക്കളെക്കാൾ അവർ സ്നേഹിക്കുന്നത് അവരുടെ ആൺമക്കളെയായിരിക്കും. തെറ്റുകൾ ചെയ്യുമ്പോൾ അത് സാരമില്ല, അവൻ കല്യാണം കഴിഞ്ഞാൽ നന്നായിക്കോളുമെന്ന് പറയുന്നത് അമ്മമാരാണ്. അർദ്ധരാത്രി കള്ളുകുടിച്ചോ കുടിക്കാതെയോ നേരം വൈകി വരുമ്പോൾ അച്ഛനെ കാണാതെ കതക് തുറന്നു കൊടുക്കുന്നത് അമ്മമാരാണ്. ജോലിക്ക് പോകാതെയിരിക്കുമ്പോൾ അത് സാരമില്ല, അതൊക്കെ കല്യാണം കഴിച്ചാൽ പൊക്കോളുമെന്ന് പറയുന്നതും അമ്മമാരാണ്. കള്ളു കുടിക്കാൻ കാശില്ലാതെ ഇരിക്കുമ്പോൾ പോലും കാശെടുത്തു കൊടുക്കുന്ന അമ്മമാരുണ്ട്. എന്തിന് ഒരു വീട്ടിൽ മകനും മകളും ഉണ്ടെങ്കിൽ ആ വ്യത്യാസം ശരിക്കും മനസ്സിലാകും. കഴിച്ച പാത്രം ആൺമക്കൾക്ക് ടേബിളിൽ വെച്ചിട്ട് പോകാം. പെൺമക്കൾ അങ്ങനെ വെച്ചാൽ നടുപ്പുറത്ത് അടി വീഴും. മീൻ പൊരിച്ചാൽ വലിയ കഷണം അവന്. ഇതൊക്കെ ഇന്നും നടക്കുന്നുണ്ട്. ആർക്കും ആരെയും മാറ്റാൻ പറ്റില്ല. അത് അവനവൻ കൂടി ചിന്തിക്കണം. അതുകൊണ്ടാണ് അമ്മമാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ നല്ലതല്ലെന്ന് തോന്നിയാൽ നിങ്ങൾ കല്യാണം കഴിപ്പിക്കരുത്. മറ്റൊരുവളെ ബലി കൊടുക്കരുത്. നിങ്ങൾക്ക് പറ്റാത്തത് മറ്റൊരു പെണ്ണിനും സാധിക്കില്ല. പെൺപിള്ളേരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരുത്തനെയും നന്നാക്കാനല്ല നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. നല്ലൊരു കൂട്ടിനു വേണ്ടിയാണ്. പീഡനം സഹിച്ചു നിൽക്കരുത്. ആത്മഹത്യ ചെയ്യരുത്. പറ്റില്ലെന്ന് തോന്നിയാൽ ഇറങ്ങി വരിക. പുറത്തൊരു ലോകമുണ്ട്. ഇങ്ങനെയായിരുന്നു ജിൻസി തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇതിലൊന്നും പെടാത്ത നല്ലവരായ അമ്മമാരുമുണ്ട് കേട്ടോ എന്നും ജിൻസി പറയുന്നുണ്ട്. എന്തായാലും പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ജിൻസിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.